നരേന്ദ്രമോദിയും എൻ.ഡി.എയും വീണ്ടും എന്തുകൊണ്ട്? സാമ്പത്തിക വിദഗ്ധനും കോളമിസ്റ്റുമായ സ്വാമിനാഥൻ അയ്യർ പറയുന്ന സാധ്യതകളിലേക്ക് പോകുമ്പോൾ കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യരുടെ സഹോദരനാണ് സ്വാമിനാഥൻ അയ്യർ എന്നത് എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലുകളാണ് കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം ലേഖനമായി കൊടുത്തിരിക്കുന്നത്. ഒന്നാം ഘട്ട പോളിംഗ് കഴിഞ്ഞിരിക്കുന്നു. ആര് അധികാരത്തിൽ എന്ന് പ്രവചിക്കാൻ താല്പര്യമുണ്ടോ എന്ന ചോദ്യത്തിന് തീർച്ചയായും എൻ.ഡി.എ വീണ്ടും അധികാരത്തിലെത്തുമെന്നുള്ളതാണ് കോൺഗ്രസ് പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നുള്ള സ്വാമിനാഥൻ അയ്യർ പറയുന്നത്. ബി.ജെ.പിക്ക് സാധ്യത കൽപ്പിക്കുമ്പോൾ അവരുടെ ശക്തി എന്താണെന്ന് കൂടി വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. നരേന്ദ്രമോദി തന്നെ രാജ്യത്തെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവാണ്. ബി.ജെ.പിക്ക് ഉള്ളതിനേക്കാൾ ജനപ്രീതി മോദിക്കുണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ. തിരഞ്ഞെടുപ്പ് ഫലത്തെ ഏറ്റവും അധികം സ്വാധീനിച്ചേക്കാവുന്ന ചെറുപ്പക്കാർക്കിടയിൽ മോദി വളരെ സ്വീകാര്യനാണ് എന്നത് ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ്. ദേശീയതയെക്കുറിച്ചുള്ള ബി.ജെ.പിയുടെ നയങ്ങൾ ആത്മാർത്ഥമാണെന്ന് കരുതണം. ബാലാക്കോട്ട് തിരിച്ചടിയിലും ഉറിക്ക് ശേഷമുള്ള സർജിക്കൽ സ്ട്രൈക്കിലും അവർ അത് തെളിയിച്ചു. എന്നാൽ കോൺഗ്രസിനെ നോക്കൂ, അവരുടെ കാലത്തെ ഭീകരാക്രമണങ്ങൾക്കൊന്നും മറുപടി ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയുടെ ദേശീയത കൂടുതൽ വിശ്വസനീയമാണെന്നാണ് സ്വാമിനാഥൻ അയ്യർ ലേഖനത്തിൽ കുറിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിലും അവർ മുന്നിലാണ്. അവരുടെ കേഡർ സംവിധാനം ഏറെ ശക്തമാണ്. അഴിമതി വിരുദ്ധ നിലപാടിന്റെ കാര്യത്തിലും ബി.ജെ.പിയാണ് ഭേദമെന്നും വിലയിരുത്തുന്നുണ്ട്. ശുചിത്വം, എല്ലാവർക്കും പാചകവാതകം, വൈദ്യുതി, GST തുടങ്ങിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്നിവയിലെല്ലാം നരേന്ദ്രമോദി സർക്കാരിൻ്റേത് ആത്മാർത്ഥമായ ശ്രമങ്ങളാണ്. ഇതിലും പ്രധാന കാര്യമായി കാണുന്നത് കുറഞ്ഞ പണപ്പെരുപ്പമാണ്. ഇപ്പോൾ പണപ്പെരുപ്പം 4% താഴെയാണ്. അതായത് വിലക്കയറ്റം മികച്ച തരത്തിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം. ഇത് ചരിത്രപരമായ നേട്ടമെന്നാണ് സ്വാമിനാഥൻ അയ്യർ വിലയിരുത്തുന്നത്. മോദി സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോഴും ചില മേഖലകളിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് സംശയിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അധികാരത്തിലേക്ക് UPA എത്തണമെങ്കിൽ തൂക്കുസഭയുടെ സാഹചര്യമുണ്ടാകണം. എന്നാൽ ഇപ്പോൾ അതിനുള്ള സാധ്യതയില്ല. കോൺഗ്രസ് മുന്നോട്ട് വച്ച ന്യായ് പദ്ധതിയുടെ പ്രായോഗികതയെക്കുറിച്ച് പലരും സംശയം ഉന്നയിക്കുന്നുണ്ട്. ചരിത്രപരമായി കോൺഗ്രസിനുണ്ടായിരുന്ന ഒരു മുൻതൂക്കം അവസാനിച്ചു കൊണ്ടിരിക്കുന്നത് അവരെ ബാധിക്കും. മുസ്ലിം, ക്രിസ്ത്യൻ, ദളിത് വിഭാഗങ്ങളിൽ നിന്ന് വൻതോതിലാണ് അവർക്ക് വോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് അവസാനിച്ചിരിക്കുന്നു എന്നാണ് അയ്യർ പറയുന്നത്. കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം രാഹുലാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നെഹ്റു, ഇന്ദിര, രാജീവ്, സോണിയ തുടങ്ങിയ നേതാക്കളെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മികച്ചവരായിരുന്നു. എന്നാൽ രാഹുലിനെ സംബന്ധിച്ച് അയാൾ കോൺഗ്രസിന്റെ ശക്തിയല്ല, ബാധ്യതയാണ്. മോദി ജനങ്ങളുമായി നന്നായി ആശയവിനിമയം നടത്തുന്നുണ്ട്. ജനങ്ങളുടെ പ്രതികരണം മനസ്സിലാക്കാൻ മോദിക്ക് കഴിവുണ്ട്. മോദി സ്വാഭാവികമായി മുന്നേറി വന്ന നേതാവാണ്. എന്നാൽ രാഹുൽ നേതാവാക്കപ്പെട്ട വ്യക്തിയാണെന്നാണ് സ്വാമിനാഥൻ അയ്യരുടെ വിലയിരുത്തൽ.